നമസ്കാരം. മാതൃശാപം പിതൃശാപം അതിനുള്ള പരിഹാരം. മാതൃദോഷം ഏവർക്കും അറിയാം. ഉന്മാദോ മാതൃദോഷേണ. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു കാരണം മാതൃദോഷമാണ്, മാതൃശാപമാണ്. മാതാവിനെ ദ്വേഷിക്കുക. അതിനെക്കുറിച്ച് ഇനി പറയേണ്ടതില്ല, ഏവർക്കും അറിയാം. പിതൃ എന്നുള്ളൊരു ശബ്ദം നമുക്ക് സുപരിചിതമാണ്. പക്ഷേ പിതൃ എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സ് പോകുന്നത് മരിച്ച ആൾക്കാരിലേക്കാണ്. ഇപ്പോഴുള്ള ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് അച്ഛനമ്മമാരിലേക്ക് എത്തില്ല. മരിച്ചവരിലേക്കാണ് പിതൃ എന്ന ശബ്ദത്തെ നാം ഗ്രഹിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ പിതൃ എന്ന ശബ്ദം, ആ ശബ്ദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ദേവാവായേതേ പിതരഹ എന്ന് പറയുന്നുണ്ട്. മാതാച പിതാച ഇതി പിതരൗ. അപ്പോൾ അമ്മയും അച്ഛനും ആയി, അച്ഛനമ്മമാരായി. പിതൃശബ്ദം കൊണ്ട് നമ്മൾ അച്ഛനമ്മമാരെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞു. മർത്യാഹ പിതരഹ എന്ന് പറഞ്ഞു. ഏവർക്കും അറിയാം, മർത്യാഹ പിതരഹ. സൃഷ്ടകൃതോ വൈ പിതരഹ എന്ന് ശാസ്ത്രത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. എന്നിങ്ങനെ പിതൃശബ്ദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പിതൃദോഷം മാറുവാനായി, മാതൃദോഷം മാറുവാനായി എന്ത് ചെയ്യണം, ലളിതമായിട്ട് എന്തു ചെയ്യാം എന്നുള്ളതാണ്. കാരണം ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ഭവിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ആ പ്രവൃത്തി കഴിഞ്ഞു. ദോഷപ്രവൃത്തി ചെയ്യുന്നു, ദോഷഫലങ്ങൾ അനുഭവിക്കുന്നു. സത്പ്രവൃത്തി ചെയ്യുന്നു, സത്ഫലങ്ങൾ അനുഭവിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സനാതനധർമ്മത്തിൽ അത് കഴിഞ്ഞു. സനാതനധർമ്മം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ കർമ്മം ചെയ്യുന്നത് അത് അനുഭവിക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് എല്ലാം വരും. നല്ല കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് ഒരുപാട് ശാസ്ത്രങ്ങൾ നിലവിൽ വന്നു. നമ്മളെക്കൊണ്ട് സത്കർമ്മം ചെയ്യിപ്പിക്കുക. എന്തുകൊണ്ട്? സത്കർമ്മഫലം അനുഭവിക്കുവാൻ അത് കാരണമാകും. മാതൃദോഷം പിതൃദോഷം നന്നേ കുറയുവാൻ, അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട്, പൂർണ്ണമായിട്ട് മാറ്റുവാനായിട്ട് ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് സാധിക്കും. അതിന് നമുക്ക് ഏവർക്കും നമ്മളേവരും ചെറിയൊരു നാണക്കേട് മാറ്റേണ്ടി വരും. എന്താണിങ്ങനെ നാണക്കേടെന്നൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയവരെ കണ്ടാൽ തന്നെ കാല് തൊട്ട് നമസ്കരിക്കുന്ന ഒരു പതിവുണ്ട്. ഇവിടെ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട വസ്തുതയാണ്. പല പ്രശ്നങ്ങളും സൃഷ്ടിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇത് സ്വീകരിക്കുവാൻ മനസ്സുള്ളവർക്ക് സ്വീകരിക്കാം. അച്ഛനമ്മമാരെ നിത്യവും നമസ്കരിക്കുക എന്നുള്ള ഒരു വിഷയം. അച്ഛനമ്മമാരെ നിത്യവും നമസ്കരിക്കുക. നമ്മളിൽ ഭവ്യത, വിനയം വളരും. അഹങ്കാരം ഇല്ലാതെയാകും. അവരുടെ അനുഗ്രഹം ലഭിക്കും. തദ്വാര പിതൃശാപം മാതൃശാപം അതിൻ്റെ കാഠിന്യം കുറയും എന്നുള്ളതിൽ തർക്കമില്ല. ഇനി എങ്ങനെയാണത് ശീലിക്കേണ്ടത്? അച്ഛനമ്മമാർ നിൽക്കുകയോ ഇരിക്കുകയോ അവരവരുടെ വയസ്സിനനുസരിച്ചാണ്. ചിലവർക്ക് നിൽക്കുവാൻ സാധിക്കും, ചിലവർക്ക് ഇരിക്കണം, കസേരയിൽ ഇരിക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം നമസ്കരിക്കുമ്പോൾ നമ്മുടെ ശിരസ് കിഴക്ക് നോക്കി ഇരിക്കണം, ഇല്ലെങ്കിൽ വടക്ക് നോക്കിയിരിക്കണം. ആ ഒരു ദിക്കിലേക്കാണ് നാം നമസ്കരിക്കേണ്ടത്. ക്ഷേത്രങ്ങളിലെല്ലാം ഫോളോ ചെയ്യേണ്ട ഒരൊറ്റ റൂളേ ഉള്ളൂ. നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ ശിരസ് കിഴക്കോട്ട് നോക്കി നമസ്കരിക്കണം, ഇല്ലെങ്കിൽ വടക്കോട്ട് നോക്കി നമസ്കരിക്കാം. അതേ ഒരു വിഷയം, ആ ഒരു വിഷയത്തെ നമ്മൾ വീടുകളിൽ അച്ഛനമ്മമാരെ ഇരുത്തി നമസ്കരിക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവന്ന് ദേവന്മാർക്ക് ഏതൊക്കെ ഭക്തിശ്രദ്ധയിൽ, ആ ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും നാം നമസ്കരിക്കുന്നുവോ അപ്രകാരം തന്നെ അതേ ചിന്ത കട്ട് ആൻഡ് പേസ്റ്റ്, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കട്ട് ആൻഡ് പേസ്റ്റ് അല്ല, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നേരെ വീട്ടിൽ അച്ഛനമ്മമാരെ നമസ്കരിക്കുന്നു. ഒരു ശ്ലോകം കൂടി ജപിക്കാം. നമഃശിവാഭ്യാം നവൈവനാഭ്യാം പരസ്പരാശ്ലിഷ്ട വവൃദ്ധരാഭ്യാം നഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. അപ്പോൾ പാർവതിയായിട്ട് അമ്മയെ കാണുകയാണ്, ശിവനായിട്ട് അച്ഛനെ കാണുകയാണ്. അങ്ങനെ നാം നമസ്കരിക്കുകയാണ്. ആദ്യത്തെ ദിവസം ചിലപ്പോൾ അച്ഛനമ്മമാരൊക്കെ ചോദിച്ചു ഇതെന്താണ് പതിവില്ലാതെ എന്ന് പറഞ്ഞ് നമ്മളെ ചീത്ത പറഞ്ഞേക്കാം. അത് കാര്യമാക്കണ്ട. ഒരു 4-5 ദിവസം ഇത് കണ്ടിന്യൂസ് ആകുമ്പം അവരുടെ മനസ്സ് പതിയെ അനുഗ്രഹ കലയിലേക്ക് മാറും. എന്തായാലും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം നമ്മുടെ ഉയർച്ച കാക്ഷിക്കുന്ന ഭൂമിയിലുള്ള
ദൈവങ്ങൾ തന്നെയാണ് അച്ഛനമ്മമാർ. ഇത് പറയുവാൻ എളുപ്പമാണ്, ഓരോ പ്രവൃത്തിയിലും അത് കൊണ്ടുവരണം എന്നുണ്ട്. സാധിക്കുന്ന രീതിയിൽ ആ പ്രവൃത്തി മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ പിതൃശാപം മാതൃശാപം കുറഞ്ഞ് തീരെ ഇല്ലാതാകും എന്നുള്ളതിൽ തർക്കമില്ല. നമസ്കാരം.